ഹായ് ഗായ്സ്, വെൽക്കം ടു ആസ്ക് റെഗുലൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയേഴ്സ് വന്ന് ഒരു QA, ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പോലെ. ടിപ്പിക്കലി നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി അടുത്തത് മാസ്റ്റേഴ്സ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ജോലി ചെയ്യണം, ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇതിന് വന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. സോ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ചേർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം, അതിൻ്റെ ആൻസേഴ്സും നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സിവിൽ എഞ്ചിനീയേഴ്സിന് എന്തൊക്കെ ടൈപ്പ് കരിയേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് മേജർ, അതേപോലെ തന്നെ ചില നീഷ കേസസ് ഉണ്ട്. സോ മേജർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിവിൽ എന്ന് വെച്ചാൽ, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ തന്നെ ഒരു ജനറിക് ആയിട്ടുള്ള ഫീൽഡാണ്. സോ കൺസ്ട്രക്ഷൻസ് പോകാം, സബ് ഡിവിഷൻസ് പോകാം, പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഈവൺ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക്, ഇതുപോലെ ഒരുപാട് ഏരിയാസ് സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ജോബിനൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും. ഇനിയും ഒരു ടിറ്റ്പിറ്റ് ഇൻഫർമേഷൻ, വേൾഡ് ഫുള്ളായിട്ട് അധികം നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് ജോബ്സ് ഉള്ളത് വന്ന് സിവിൽ എഞ്ചിനീയറിംഗിലാണ്. സോ അത് പഠിച്ചാൽ ജോലി കിട്ടാതെ പോവും എന്നുള്ളൊരു പ്രശ്നം വരില്ല. മേ ബി വരാം, പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടെടുത്തോളം എല്ലാ രാജ്യങ്ങളിലും ഒരു എക്കോണമി ബൂസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആണ്, സിവിൽ റിലേറ്റഡ് ആയിരിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ്, സിവിലിന് കീഴെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻസ് ഉണ്ട്. സോ സ്ട്രക്ചറിലുണ്ട്, എൻവയോൺമെൻ്റ് ഉണ്ട്, ജിയോടെക്, മറൈൻ എഞ്ചിനീയറിംഗ്, ദറ്റ് ഓൾസോ കംസ് അണ്ടർ സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് വന്ന് ബിറ്റ്സ് പിലാനിയിൽ വന്ന് ഫേമസ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട് മാസ്റ്റേഴ്സിന്. ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സ് വന്ന് UG ചെയ്തിട്ട് അതിനുശേഷം PG ചെയ്യും. അതിനുശേഷം എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്, എസ്റ്റിമേഷൻ ആൻഡ് ഡിസൈനിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ CAD ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, 3D മോഡലിംഗ് ഉണ്ട്. അതിനുശേഷം BIM എഞ്ചിനീയറിംഗ്. ഇപ്പോൾ BIM ഫോർ ഇൻഫ്രാസ്ട്രക്ചർ വന്ന് വൺ ഓഫ് ദി ഗ്രോയിങ് ഫോർ BIM സൈഡ് ഓഫ് വർക്ക്സ്. BIM എന്ന് പറയുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. സോ അതിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ BIM ഫോർ ഇൻഫ്രാസ്ട്രക്ചർ. സോ നിങ്ങൾ ഓട്ടോഡെസ്ക്, ബെൻറ്റ്ലി എന്ത് പർച്ചേസ് ചെയ്താലും ശരി, അതിലിപ്പോൾ BIM ഇനേബിൾഡ് പ്രൊഡക്ട്സും വരുന്നുണ്ട്. സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിക്, ഫ്ലൂയിഡ്, ഈ എഞ്ചിനീയറിംഗ് സൈഡ് ഉണ്ട്. അതിനുശേഷം വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, ഈ സുവേജ് ആയിക്കോട്ടെ, ഡ്രിങ്കിങ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ആയിക്കോട്ടെ. ആൻഡ് സോ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഒരുപാട് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് ഏത് സ്ഥലത്താണ് ഒരു വലിയ ലെവലിലുള്ള വർക്ക് നടക്കുന്നത്, ഗ്രാൻഡ് സ്കെയിലിൽ വന്ന് ഒരു വലിയ സെറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്, ഒരു വലിയ സെറ്റ് ഓഫ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സിവിൽ എഞ്ചിനീയർ ഉണ്ടാവും. ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് സ്ഥലത്തിന് വന്ന് സിവിൽ എഞ്ചിനീയേഴ്സ് ആവശ്യമാണ്. സോ ഇതുപോലെ ഡിഫറെൻറ്റ് ഫീൽഡ്സിലുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഉള്ളതിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് സിവിൽ. ഇതിനു മുമ്പ് മൈനിങ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സിവിലാണെന്ന് പറയാം. സോ ഓസ്ട്രേലിയയിൽ വന്ന് പ്രിഡോമിനൻ്റ്ലി ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ സിവിലിന് എല്ലായ്പ്പോഴും ഡിമാൻഡ് ഉണ്ടായിരിക്കും. ആൻഡ് ഞാൻ വന്ന് എനിക്ക് PR കിട്ടി, പെർമനൻറ്റ് റെസിഡൻസി. അതായത് ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് PR കിട്ടി. ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പഠിക്കണം, 2 years പഠിക്കണം. അതിനുശേഷം അവർ എവിടെയെങ്കിലും ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടണം. അതിനുശേഷം TR എന്ന് പറയും, ടെമ്പററി റെസിഡൻസ്. അതിനുശേഷം PR അപ്ലൈ ചെയ്യണം. അതിനുശേഷം സിറ്റിസൺ. ഇതാണ് പ്രോസസ്സ്. ഇറ്റ് ടേക്സ് സോ മെനി ഇയേഴ്സ്. ആൻഡ് അതിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു പ്രൊഫഷനിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പഠിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ PR അപ്ലൈ ചെയ്ത് എനിക്ക് PR വന്നു. സോ എനിക്ക് ജോലിയും ലഭിച്ചു, സിവിൽ എഞ്ചിനീയറായിട്ട് തന്നെ ജോലി ലഭിച്ചു, സ്റ്റുഡൻറ്റ് വിസയിൽ. ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചെക്ക് ചെയ്തോളൂ. സോ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് തീർച്ചയായും ഡിമാൻഡ് ഉണ്ട്. നെക്സ്റ്റ് വന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സിവിലിൽ വന്ന് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. എല്ലാ എഞ്ചിനീയറിംഗിലും കോമൺ ആയിട്ട് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് M3 ഉണ്ട്. സോ അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ബട്ട് ഇപ്പോൾ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, DSP, അതിൽ വന്ന് സിഗ്നൽ പ്രോസസ്സിംഗ്, അതിലുള്ള കോറായിട്ടുള്ള കഷ്ടമായിട്ടുള്ള സബ്ജക്ട്സ് സിവിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് സേ ജനറൽ ആയിട്ടുള്ള M3 അതെല്ലാം വിട്ടിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സോൾട്ട് മെക്കാനിക്സ്, ഇതുപോലുള്ള സോയിൽ മെക്കാനിക്സ്, ഇതുപോലുള്ള ചില സബ്ജക്ട്സ് വന്ന് സിവിലിൽ ടഫായിരിക്കും. ബട്ട് കമ്പയർ ടു റോബോട്ടിക്സ് ഞാൻ പഠിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദ മോസ്റ്റ് ടഫസ്റ്റ് വന്ന് ഇലക്ട്രിക്കലാണെന്ന് പറയേണ്ടി വരും. ആൻഡ് അതിനുശേഷം ഇലക്ട്രോണിക്സ് ഉണ്ട്. അതിനുശേഷം കെമിക്കൽ എഞ്ചിനീയറിംഗ്, IC, ഇൻസ്ട്രുമെൻറ്റേഷൻ. അതിനുശേഷം എയറോസ്പേസ് വന്ന് ആ ഒരു ബേസ് ഗ്രൗണ്ട് ലെസൺസ് വന്ന് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഏവിയോണിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കുറച്ച് കഷ്ടമാണ്. ആൻഡ് മെക്കാനിക്കൽ വന്ന് ഇറ്റ്സ് സോർട്ട് ഓഫ് സിമിലർ ടു സിവിൽ, അങ്ങനെ പറയാം. ബട്ട് വൺ തിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിവിലിൽ വന്ന് ചില സബ്ജക്ട്സ് കുറച്ച് ഈസി ആയിരിക്കും. അതായത് GIS അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സർവേ ഈസി. സോ ഇതുപോലുള്ള ചില സബ്ജക്ട്സ്, CAD ഈസി, ചില സബ്ജക്ട്സ് ഈസി ആയിരിക്കും. ഇതിൻ്റെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള മെക്കാനിക്കൽ സബ്ജക്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോർട്ട് ഓഫ് സിമിലർ, ഇതേപോലെ തന്നെ
So I would say civil and mechanical similar, sort of like similar. But on this scale with other engineering compare ചെയ്യുമ്പോൾ സിവിൽ ഈസ് റിലേറ്റീവ്ലി ഈസി, ബട്ട് കുറച്ചൊരു അപ്ലിക്കേറ്റീവ് മൈൻഡ് വേണം. സോ ഇത് വന്ന് ഒരിക്കലും നിങ്ങൾ പഠിച്ച് പാസ്സാവുന്നത് അങ്ങനെയല്ല. ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സിവിൽ വിൽ ബി ലിറ്റിൽ ബിറ്റ് വർക്കിംഗ് ഔട്ട്. ബട്ട് സിവിലിലും സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഹൗ ദ ഹാർഡ് സ്കെയിൽ ഈസ്. സോ സിവിൽ ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നോളജ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു സ്ട്രീറ്റ് സ്മാർട്ടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സിവിൽ ഈസ് റിയലി ദ യുവർ കപ്പ് ഓഫ് ടീ. സോ നെക്സ്റ്റ് വന്ന് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പേയിങ് സിവിൽ ജോബ്സ്. സിവിലിൽ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ, ഡിസൈന്, CAD ആൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്, എസ്റ്റിമേഷൻ, സോ ഇതുപോലെ വാട്ടർ റിസോഴ്സ്, ഇതുപോലെ ഒരുപാട് ഏരിയാസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സോ ഏത് വന്ന് നീഷായിട്ടിരിക്കുന്നോ അതിന് ഡിമാൻഡ് അധികമായിരിക്കും. സാലറീസ് അതിനെ ബേസ് ചെയ്താണ്. സോ സിവിൽ പ്രൊജക്ട് മാനേജേഴ്സിന് നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് സാലറീസ് അധികമാണ്. സിവിൽ ഡിസൈന് സാലറീസ് അധികമാണ്. ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സിവിൽ ഡിസൈനിന് വന്ന് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ എന്ന് പറയുന്നുണ്ട്. അതിൽ അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കണം. കാരണം അവരാണ് ഡിസൈനിലെല്ലാം തന്നെ ഫൈനൽ ഡിസൈൻ സിഗ്നേച്ചർ ചെയ്യുന്നത് അവരാണ്. സോ അതിന് ആ അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സൈൻ ചെയ്യാൻ സാധിക്കൂ. അതിനുവേണ്ടി കമ്പനീസ് വിൽ വില്ലിംഗ് ടു സ്പെൻഡ് ബിറ്റ് മോർ മണി ഓൺ ഇറ്റ്. ഇതല്ലാതെ മറ്റുള്ളത് നോക്കിക്കഴിഞ്ഞാൽ CAD, ഡിസൈൻ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സാലറി കുറവാണ്. വെറും CAD മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് ഡിസൈൻ എഞ്ചിനീയർക്ക് CAD നോളജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ BIM നോളജ് ഉണ്ടെങ്കിൽ, അതുപോലെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. BIM എഞ്ചിനീയേഴ്സിന് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ BIM മോഡലേഴ്സ്, BIM എഞ്ചിനീയേഴ്സ്, BIM ഡിസൈനേഴ്സ്, ഈ സൈഡിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് വന്ന് ഇറ്റ്സ് ഗെറ്റിംഗ് സാച്ചുറേറ്റഡ്. സോ അതുകൊണ്ട് ഐ വുഡൻ റെക്കമെൻഡ് ഗെറ്റിംഗ് BIM ആസ് യുവർ മെയിൻ പ്രൊഫഷൻ. BIM പ്രൊഫഷണലായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ വന്ന് ഒരുപാട് വർക്ക് വന്ന് ഔട്ട്സോഴ്സും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് BIM ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. മൈ സജഷൻ ഈസ് ഗോയിങ് ടു ദ കോർ ഏരിയ, അലൈഡ് സ്കിൽ സെറ്റ്. ആ CAD സോഫ്റ്റ്വെയർസ് അറിയുന്നതായിക്കോട്ടെ, ഇപ്പോൾ സിവിൽ 3D, ഇൻഫ്രാബുക്സ് ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് അറിയുന്നതായിക്കോട്ടെ, അതിൽ വന്ന് നിങ്ങളുടെ സ്കിൽ സെറ്റ് വന്ന് നിങ്ങൾ അധികമായിട്ട് തന്നെ വെച്ചോളൂ. ഏതൊക്കെ കൺട്രീസാണ് ഗുഡ് ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ പറയുന്നതാണ്. ഏവറേജ് ആയിട്ട് പേ വന്ന് അറൌണ്ട് $60,000 ആരംഭിക്കും ഫ്രഷറിൽ നിന്ന്. ഗോയിങ് എബവ് വന്ന് ലൈക്ക് 120K വന്ന് യു വിൽ സ്റ്റാർട്ട് സെറ്റിലിംഗ് ഡൗൺ. നമ്മുടെ നാട്ടിലെ കാശ് വെച്ച് നോക്കുകയാണെങ്കിൽ 30 lakhs പെർ ഇയർ വന്ന് ഒരു 60 to 70 lakh per year. ആൻഡ് ഇതല്ലാതെ എപ്പോഴും ഡിമാൻഡുള്ള മറ്റ് കൺട്രീസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏതൊക്കെ കൺട്രീസ് വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടോ ദാറ്റ് ഈസ് യുവർ ടാർഗറ്റ്. സോ മിഡിൽ ഈസ്റ്റ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അതിനുശേഷം സ്വിറ്റ്സർലാൻഡ്, ഡെൻമാർക്ക്, നോർവേ ആൻഡ് യു എസ് വന്ന് പോകണമെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർമ്മ വെച്ചോളൂ. യൂണിറ്റ് സിസ്റ്റം വന്ന് നമ്മൾ ടിപ്പിക്കലി ഫോളോ ചെയ്യുന്ന കോമൺവെൽത്ത് കൺട്രീസ് വന്ന് മെട്രിക് സിസ്റ്റമാണ്. US മാത്രമാണ് ഇമ്പീരിയൽ സിസ്റ്റം. അതായത് ഫീറ്റ്സ് ആൻഡ് ഇഞ്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മില്ലിമീറ്റേഴ്സ്, മീറ്റേഴ്സ്, KGs ഇതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. സോ ആക്ച്വലി അത് ചില ആളുകൾക്ക് വരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊന്നും നിങ്ങൾ ചെയ്യണം. അതിനുശേഷം കാനഡ, ജർമ്മനി, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ സിവിൽ എഞ്ചിനീയറിംഗിന് ഓവറോൾ എല്ലായ്പ്പോഴും ഡിമാൻഡ് ഉണ്ട്. പുതിയതായിട്ട് വരുന്ന റോൾസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് BIM സൈഡ് വന്ന് ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ട്. ഒരുപാട് കമ്പനീസ് വന്ന് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് വന്ന് ഒരുപാട് BIM സൈഡ് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വന്ന് സർവിങ് ലൈറ്റർ സർവേ ആൻഡ് ഏരിയൽ സർവേ. ഇപ്പോൾ ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്ത് സർവീസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഹെവി ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ RPPL, RPOL അതിനെപ്പറ്റിയെല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. UCAV ലൈസൻസ് അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ലൈസൻസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് വളരെ ഈസിയാണ്. ലാൻഡ് സർവേ എക്സ്പീരിയൻസിൽ നിന്ന് ഡ്രോൺ ലൈസൻസും ഉണ്ടെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സോ അതും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റിൽ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഭൂരിപക്ഷവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം, ഇഫ് യു വാണ്ട് ടു ഹാവ് എ വെരി സ്ട്രോങ് കരിയർ അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന യു വിൽ ഹാവ് ദ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ യുവർ കരിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വന്ന് സർവേയിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. സർവേയിങ് പഠിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എനിക്കറിയാവുന്നിടത്തോളം ഒരു 3-4 months വന്നിട്ട് ഒരു കമ്പനിയിൽ സർവേയറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് സർവേയുടെ ബേസിക്സ് എല്ലാം മനസ്സിലാവും. എർത്ത് വർക്ക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് കട്ട് ആൻഡ് ഫിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്, സോ എങ്ങനെയാണ് ഒരു ടെറൈൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതുമാത്രമല്ല സർവേയിങ് യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ ട്രംബിൾ, ലൈക്ക, അതുപോലെ ആ ടോട്ടൽ സ്റ്റേഷൻ്റെ പ്രൊഡക്ട്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ CAD പ്രൊഡക്ട്സ് പോലെയല്ല. സോ അതിൻ്റെ ഓൺ സെറ്റ് ഓഫ് നോളജസ് ഉണ്ട്. അതല്ലാതെ സർവേയേഴ്സിന് മാത്രം അറിയുന്ന ചില GIS നോളജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് സിവിൽ എഞ്ചിനീയേഴ്സിന്, ഈവൻ GIS എഞ്ചിനീയേഴ്സിന് പോലും അറിയണമെന്നില്ല. സോ അതുകൊണ്ട് മൈ സജഷൻ ഈസ്, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയറിംഗ് കരിയർ ആരംഭിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ആസ് എ സർവേയർ. സർവേയിങ് ആണ് ബേസ്. കാരണം നിങ്ങൾ ഏത് സ്ട്രക്ചർ ബിൽഡ് ചെയ്താലും ശരി, ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ്
സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് വന്ന് ഇനിയെങ്കിലും മൂവിങ് ഫോർവേഡ് വന്ന് ഇറ്റ് ഷുഡ് ബി ഗുഡ്. ഒരു എക്സ്ക്യൂസും ഇല്ല എനിക്ക് കമ്പ്യൂട്ടർ ശരിക്കറിയില്ല, അങ്ങനെ യാതൊരു എക്സ്ക്യൂസും ഇല്ല. കമ്പ്യൂട്ടേഴ്സിൽ വന്ന് യു ഷുഡ് ബി റിയലി ഗുഡ്. എക്സല്, മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റ്, ഇപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ സിവിൽ കമ്പനീസിൽ വന്ന് മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് പ്ലാനിങ്ങിന് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റ് വന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം. ബേസിക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിയണം. ആൻഡ് എക്സൽ, വേർഡ് ഇതെല്ലാം തന്നെ മാൻഡേറ്ററി ആണ്. ആൻഡ് എക്സൽ ഞാൻ പറയുന്നത് വെറുതെ അതിൽ പോയി എൻട്രി ചെയ്യുന്നത് മാത്രമല്ല, എക്സൽ വന്ന് എന്തായാലും നന്നായി അറിഞ്ഞിരിക്കണം. എക്സൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ 1 month കോഴ്സ്. നിങ്ങൾ കാണുന്ന വെറും സ്പ്രെഡ്ഷീറ്റ് മാത്രമല്ല, അതിലൊരുപാടുണ്ട്. സോ അതുകൊണ്ട് എക്സൽ തീർച്ചയായും പഠിച്ചിരിക്കണം. പ്ലസ് വന്ന് CAD സോഫ്റ്റ്വെയർസ് അറിഞ്ഞിരിക്കണം. CAD സോഫ്റ്റ്വെയർസിനെ സംബന്ധിച്ചിടത്തോളം മൂവിങ് ഫോർവേഡ് നിങ്ങൾ ഏത് സ്മോൾ സൈസ് കമ്പനീസിൽ പോയാലും 2D എന്ന് പറയുന്നത് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്പനീസും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മിഡ് സൈസ്, ലാർജ് സൈസ് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ 3D എന്നൊരു കോൺസെപ്റ്റ് വരും. ഈ 3D എന്ന് പറയുന്നത് 4D, 5D, 6D അങ്ങനെയുണ്ട്. സോ അതാണ് BIM എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചെറിയ കമ്പനീസിൽ പോയി നിങ്ങൾ 3D ഒരു വർക്കും ചെയ്യാൻ പോകുന്നില്ല, എല്ലാം തന്നെ 2Dയിലായിരിക്കും. സോ 2D ഡ്രാഫ്റ്റിംഗ് തന്നെ ഒരു വലിയ ഏരിയയാണ്. ആൻഡ് 3D ഡ്രാഫ്റ്റിംഗ് വേറൊരു വലിയ ഏരിയ. സോ 3D പഠിച്ചു, എനിക്ക് 2D എന്തായാലും അറിയാം. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് CAD ഓപ്പറേറ്റ് ചെയ്യാനേ സാധിക്കില്ല. കാരണം 2D ചെയ്യുന്നവർ വന്ന് അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർ അത്രയും ഫാസ്റ്റായിട്ടായിരിക്കും ചെയ്യുന്നത്. സോ അതുകൊണ്ട് 2Dക്ക് ഡ്രാഫ്റ്റിംഗ് സെപ്പറേറ്റ് അറിഞ്ഞിരിക്കണം, 3Dക്ക് സെപ്പറേറ്റ് അറിഞ്ഞിരിക്കണം. ആൻഡ് BIM-ന്റെ കോൺസെപ്റ്റ് തീർച്ചയായും അറിഞ്ഞിരിക്കണം. നിങ്ങൾ വന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വന്ന് ബിൽഡിംഗ് റിലേറ്റഡ് വലിയൊരു ആർക്കിടെക്റ്റിൻ്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ BIM അറിയാതെ നിങ്ങൾ ആ പ്രൊജക്ട്സിൽ സർവൈവ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. മോറോവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രസീൽ, ഇന്ത്യ, UK, ഓസ്ട്രേലിയ, നോർവേ, സ്വീഡൻ, ഒരുപാട് കൺട്രീസിൽ, US ഇതുപോലുള്ള ഒരുപാട് കൺട്രീസിൽ BIM ബേസ്ഡ് അവരുടെ മാൻഡേറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൺട്രീസിൽ ഓരോ വലിയ സൈസ് പ്രൊജക്ട്സും ഒരു സൈസിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളത് BIM വെച്ച് ആ പ്രൊജക്റ്റ് ചെയ്യണം. ആൻഡ് BIM ഡെലിവറീസ് എന്തൊക്കെയുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്ന് ബേസിക് ഇമെയിൽ എറ്റിക്വറ്റ്സ് ആൻഡ് ബേസിക് ഡോക്യുമെന്റേഷൻ സ്കിൽസ്. സോ ഇതെല്ലാം ഒരു സിവിൽ എഞ്ചിനീയറിന് ആവശ്യമായ കാര്യമാണ്. ആൻഡ് അതിനുശേഷം സൈറ്റ് എക്സ്പീരിയൻസ്. സോ ഈ സർവേയിങ് എക്സ്പീരിയൻസ്, CAD എക്സ്പീരിയൻസ് ഇതെല്ലാം ഉണ്ടായാലും ശരി, സൈറ്റ് എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായും മാൻഡേറ്ററി ആണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് വന്ന് വെറും ഡിസൈൻ എക്സ്പീരിയൻസ്, ഓഫീസ് ഡെസ്ക് ജോബ് മാത്രം ചെയ്തിട്ട് ഒരു റെസിഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് സൈറ്റ് വർക്ക് പോയി അവർക്ക് ചെയ്യാനേ സാധിക്കില്ല. സൈറ്റിൽ നിൽക്കുന്നത്, സൈറ്റിൽ വർക്ക് ചെയ്യുന്നത്, ചെയ്യുന്ന കാര്യങ്ങൾ, their knowledge is not in par with any site engineer. ഈവൺ ഒരു ജൂനിയർ സൈറ്റ് എഞ്ചിനീയറുടെ ലെവലിൽ പോലും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ മൈ സജഷൻ ഈസ് നിങ്ങളുടെ ലൈഫിൽ ഏർലിയർ പാർട്ട് ഓഫ് ലൈഫിൽ സർവേയിങ് ആൻഡ് സൈറ്റ് എഞ്ചിനീയറിംഗ് പെട്ടെന്ന് ചെയ്തിട്ട് അതിനുശേഷം ഡെസ്ക് ജോബ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. ഓക്കെ ഗൈസ്, സോ ഇതിൽ വരുന്ന നീഷായിട്ടുള്ള വർക്ക്സ് ഞാൻ പറഞ്ഞു, ഡ്രോൺസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് ഒരു വർക്ക് വരികയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഒരുപാട് വർക്ക് ഉണ്ട്. ആൻഡ് BIM റിലേറ്റഡ് പ്രൊഡക്ട്സ്, ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനീസ്, BIM റിലേറ്റഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കമ്പനീസ് കരിയർ ബേസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്പെസിഫിക് ആയ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ ചോദിക്കുന്നുണ്ട്. ആൻഡ് അതല്ലാതെ ഇപ്പോൾ AutoCAD ബേസ്ഡ്, സിവിൽ 3D, ഇൻഫ്രാ വർക്ക്സ് ഇതുപോലുള്ള സോഫ്റ്റ്വെയർ ബേസ്ഡ് API ഡെവലപ്മെന്റ്, ഇല്ലെങ്കിൽ പ്ലഗിൻ ഡെവലപ്മെന്റ്, ആഡ് ഇൻ ഡെവലപ്മെന്റ്, ഇതുപോലുള്ള ഏത് ഏരിയ നോക്കിക്കഴിഞ്ഞാലും സിവിൽ എഞ്ചിനീയറിംഗ് പ്ലസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അങ്ങനെയുള്ളതൊരു കാറ്റഗറി ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ടോപ്പ് റിക്രൂട്ട്മെന്റിന്. സോ ഇതെല്ലാം ഗൈസ് സിവിൽ എഞ്ചിനീയറിംഗിന് hopefully I have covered a lot of points. So next one we will do for other engineering. So stay tuned. Thank you so much for all your support. We'll catch up in another video. Thank you.